പോട്ടുണ്ട് ഈ സൈഡ് കാറ്റിയ മേഡം എന്നാൽ പോരും. ഒന്നൊരു ചെറിയൊരു യാത്ര പോവുകയാണ്. വേറെ എടുക്കുന്നില്ല, നമ്മൾ ആമസോൺ വ്യൂ പോയിന്റ് കേട്ടോ. അപ്പോൾ ഏകദേശം സമയം 3:30 നമുക്ക് അവിടേക്ക് പോകാനുള്ള ചാർജും വണ്ടീൻ്റെ എണ്ണയും നമ്മളെ ഫുഡും കാര്യങ്ങളൊക്കെ ഈ ഒരു മയത്ത് എങ്ങനെ പോകുകയാണ്, എത്ര കിലോമീറ്റർ ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഞാൻ അതിൽ പറഞ്ഞായിരിക്കും കേട്ടോ. പുറത്താണെങ്കിൽ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വണ്ടി അവിടെ പുറത്തുണ്ട്. നമ്മൾ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മളെ വണ്ടിയായി കാണും കേട്ടോ. പൾസർ 2011 നമ്മളെ വണ്ടിക്ക് പിസ്റ്റമണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ പറയുക, ഓയിൽ കത്തുന്ന വിഷയങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും വണ്ടി പ്ലഗ് പോയിങ്ങോട്ട് നിൽക്കുമെന്നൊന്നും അറിയില്ല കേട്ടോ. അതായത് നമ്മൾ ഈ ഒരു വണ്ടി കൊണ്ടാണ് പോകുന്നത് കേട്ടോ. നിങ്ങളെല്ലാ കാര്യവും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ റെഡിയാണ്. നമ്മൾ ഏകദേശം നമുക്ക് 31 കിലോമീറ്റർ അങ്ങോട്ട് ഓടാണ്ട്, അതുപോലെ ഇങ്ങോട്ട് ഓടാണ്ട്. ഏകദേശം ഒരു 150 റുപ്യേൻ്റെ എണ്ണ മതിയാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു യാത്ര ഒറ്റക്കുള്ളൂ കേട്ടോ. അപ്പം ഇന്ന് നമ്മുടെ സുഹൃത്തുണ്ട്, അവന് പോകുന്നില്ല, അവന് വേറെ വഴിക്ക് പോകാണ്ട് തിരക്കുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പോയി നോക്കാം. അപ്പോൾ നമ്മളെ പരിയങ്ങാട് പോയിട്ട് കാണുന്നത് ഇപ്പോൾ റോഡൊക്കെ വളരെ മോശമാണ്. ഇപ്പോൾ മഴക്കാലമൊക്കെ ആയപ്പോൾ എല്ലായിടത്തും വെള്ളമൊക്കെ നിൽക്കാൻ തുടങ്ങി. അത് റോഡൊക്കെ ഇപ്പോൾ വളരെ മോശമാണ്. എന്തായാലും മഴക്കാലമായി കഴിഞ്ഞാൽ അതൊക്കെ തന്നെ അടുത്ത അവസ്ഥ. അത് ശരിയാവുന്ന കരുതാം. ഏകദേശം ഒരു 5-10 വർഷത്തോളമായി ഈ റോഡ് ഞാൻ തന്നെ കിടക്കുന്നു, ഒരു മാറ്റവുമില്ലാതെ. ആകാശമൊക്കെ ഇപ്പോൾ കുറച്ച് തെളിഞ്ഞ രീതിയിലാണ് കാണുന്നത്. ഞാൻ പോന്നപ്പോഴൊക്കെ നല്ല മഴയായിരുന്നു. ഒരു ആളുകളൊക്കെ വളരെ കുറവാണ് അങ്ങാടിയിലൊക്കെ. നല്ലൊരു ഗേറ്റഡ് നമുക്ക് ചെയ്യുന്നു. അപ്പോൾ ഏകദേശം നമ്മളെ ഗേറ്റഡൊക്കെ തീർന്നു തുറന്നു. നമ്മൾ വരാൻ കഴിയില്ല, അപ്പോൾ ഇതിന് സാധനം തുറന്നു. ഏകദേശം ഒരു 200 മീറ്റർ അപ്പുറമായിട്ട് നമ്മളെ വണ്ടികളൊക്കെ ഫുള്ള് ബ്ലോക്കാട്ടോ. ഇക്കാലത്തൊക്കെ ഈ ഒരു ഫാമിലി ബൈക്കും കൊണ്ടൊക്കെ പോകണത്. പെട്ടെന്നൊരു മഴ പെയ്തവരെന്താ ചെയ്യുക, ചെറിയ കുട്ടികളാണ്. ഒരു റെയിൻ ഗാർഡും കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ ഈ കുട്ടികളൊക്കെ ആകെ മഴ കൊണ്ട് 150 റുപ്യക്ക് എണ്ണ അടിക്കാം, പെട്രോൾ അടിക്കാം. പെട്രോളിലാ ഒരു പെട്രോൾ അടിച്ചു കൊടുത്താൽ 150 റുപ്യക്ക് 150 റുപ്യ 150. അപ്പോൾ ഡെൻസിറ്റിയും കാര്യങ്ങളൊക്കെ 753 ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പം അത്യാവശ്യം നല്ല പെട്രോളാണത്. നമുക്ക് എണ്ണ അടിച്ചു. നമ്മളെ വണ്ടിക്ക് എൻജിൻ്റെ ഓയിൽ കത്തുന്നൊരു പ്രശ്നമുണ്ട്, മൈലേജിനൊക്കെ നല്ല ഷോർട്ട് ഉണ്ട്. എന്തായാലും നമുക്ക് പോയി നോക്കാം. അതിൽ കുറച്ച് എണ്ണ ബാലൻസും ഉണ്ട്. അപ്പോൾ എണ്ണയൊക്കെ മതിയാവുന്നില്ല പ്രതീക്ഷയിൽ നമ്മൾ പോവുകയാണ്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ എത്തിയപ്പോൾ ആകാശം കറുക്കാൻ തുടങ്ങിയിട്ടോ. ഏകദേശം നമ്മൾ വണ്ടൂർ എത്തിയിട്ടോ. വണ്ടൂർക്ക് നമ്മുടെ നാട്ടിൽ നിന്നും ഏകദേശം 12-13 കിലോമീറ്റർ കേട്ടോ. നമുക്കിനിയും 20 കിലോമീറ്ററോളം ഇനിയും ഓടാണ്ട്. നമുക്കിനി തിരുവാലെത്തണം, അതുപോലെ എടവണ്ണെന്ന് ഒതായി. അപ്പോൾ നമ്മൾ ചെള്ളിത്തോട് പാലത്തിൻ്റെ കാഴ്ചയാണത്. ഇവിടെ 2-3 മാസമായിട്ട് റോഡ് ബ്ലോക്ക് ചെയ്തു. അതിൽ ഇത് പോയിരുന്നത്. ഇപ്പോൾ ഇതൊക്കെ ഒന്ന് ശരിയാക്കി ഇവിടെ സെറ്റപ്പാക്കി പണിയൊക്കെ നടന്നുകൊണ്ട് കൊടുക്കണം. നല്ല ഓട്ടോറിക്ഷയും ബസ്സും കാറൊക്കെ ഇതിൽ പോകാം. ടിപ്പർ കാര്യങ്ങളൊക്കെ ഇതിൽ പോകുന്നുണ്ട്. അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുന്നുണ്ട്. എടവണ്ണ ഒതായി ആയിക്കാൻ പോകുന്നത്. ഇവിടുന്ന് ഏകദേശം എടവണ്ണൊക്കെ ഒരു 6-7 കിലോമീറ്റർ ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു ഊഹം. അപ്പോൾ നമ്മളെ തിരുവാലി സ്ക്വാഡായി കാണുന്നത്. നമ്മൾ എടവണ്ണ എത്തിട്ടോ. നമുക്ക് ഇവിടുന്ന് ഇടത്തോട്ടാണ് തിരിയേണ്ടത്. നമ്മളെ പാലം വൈക്കാണ് പോകേണ്ടത്. ഇവിടുന്ന് കാണുമ്പോൾ ഒരു വ്യൂ രക്ഷയില്ല, അടിപൊളിയാട്ടോ. ചാലിയാറൊക്കെ നിന്ന് ഒഴുകുക കേട്ടോ. കാരണം ഇപ്പോൾ പാലപ്പണി കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കിക്കൊണ്ട് ഇപ്പോൾ ഇതിൽ പോകാൻ തന്നെ നല്ലൊരു കൊച്ചിയാണ്. ഏകദേശം 6.8 കിലോമീറ്ററാണ് നമ്മൾ ഈ ഒരു സ്പോട്ട് കേട്ടോ. നമ്മളിപ്പോൾ എടവണ്ണെന്ന് ഒതായി റൂട്ടും തിരിഞ്ഞു. ഇതാണ് ഒതായി റൂട്ട്. 3 കിലോമീറ്റർ അങ്ങാടി ഓടിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു അങ്ങാടി കിട്ടും കേട്ടോ. നമ്മളിവിടുന്ന് വലത്തോട്ട് വേണം തിരിയാൻ. തിരികളൊക്കെ ഇട്ട് വേണം തിരിയാൻ കേട്ടോ. നമുക്ക് ചായ കുടിക്കും. ചായ കുടിച്ചില്ലെങ്കിൽ പരിപാടി നടക്കൂല. ഇത് നമുക്ക് സ്നാക്സിൻ്റെ കാണാം. കറക്റ്റ് നമുക്ക് ഇവിടെ കയറിയിട്ട് എന്ത് ചെയ്യാം, 2 ചായയും കടിയും കുടിക്കാം. 2 ചായ അല്ല, 1 ചായ ഞാൻ മാത്രമേ ഉള്ളൂ. ചേട്ടാ ലേറ്റ് ആയ
അപ്പോൾ നമ്മൾ ചായ ഒക്കെ കുടിച്ച് ഉഷാറായിട്ടോ. 2 കടി 1 ചായ. ഇനി നമുക്കൊരു 3.4 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ നമ്മളെ സ്ഥലത്തേക്ക് എത്തിയോ. സ്ഥലം കിട്ടും. നമുക്കൊന്ന് വലത്തോട്ടാണ് പോകേണ്ടത്. താഴത്തേക്ക് ഏതൊരു ഭാഗത്തേക്കാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തേക്കാണ് പോകണം കേട്ടോ. വലത്തോട്ട് തിരിഞ്ഞിട്ട് വേണം നമുക്ക് പോകാൻ. ഏകദേശം 2.6 കിലോമീറ്റർ നമുക്ക് ഓടാനുള്ളൂ കേട്ടോ. എടവണ്ണം ലവതായിന്ന് കിഴക്കേ ചാത്തല്ലൂർ എന്ന റൂട്ടാട്ടത്. ഇങ്ങനെ കുറച്ച് പോന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാം ആമസോൺ വ്യൂ പോയിന്റ്. അപ്പോൾ ഈ റോഡായിരിക്കും തോന്നുന്നു. ആ റോഡിലെ മാപ്പിൽ നമുക്ക് ആ ഭാഗം കാണിക്കുന്നത്. നമുക്ക് ഈ ഭാഗം ഒന്ന് പോയി നോക്കാം. ഇതാ തന്നെയായിരിക്കും. പോരുമ്പോഴേ ഇങ്ങനെ ഒരു റോഡ് നമുക്ക് കാണാൻ കഴിയും കേട്ടോ. കോൺക്രീറ്റ് ഇട്ട റോഡാണ്. ചെറിയൊരു 11-12 അടി റോഡാട്ടോ. ഇത് നമ്മൾ ഇങ്ങനെ പോകും കേട്ടോ. കാരണം റോഡ് കൂടെ ആകെ വെള്ളമാണ്. ഒന്ന് വ്യൂ പോയിന്റ് കുറെ പോകണ്ടോ? എത്ര ഉണ്ട്? അല്ല അവിടുന്ന് അവിടെ നടക്കാണ്ട് നടക്കാണ്ടല്ലേ? ജീപ്പൊക്കെ ഓഫ് റോഡൊക്കെ അടിക്കുന്നുണ്ട്. ഇവിടെ 900 രൂപ തോന്നുന്നുണ്ട് ഒരാൾക്ക് ചാർജ്. അപ്പോൾ റോഡൊക്കെ എന്താ വെച്ചാൽ ഇതാണ് അവസ്ഥ. ബൈക്കിനൊക്കെ ഉഷാറായിട്ട് പോകാം. 4 വീലിൽ പോകുമ്പോൾ നല്ല ശ്രദ്ധിക്കണം. നമ്മളെ മാക്സിമം കയറും കേട്ടോ. ബൈക്ക് എത്രത്തോളം കയറാൻ കഴിയുമോ അത്രത്തോളം നമ്മൾ കയറും. നമ്മളെ പൾസർ 150 ആണ്. അപ്പോൾ നമുക്ക് മാക്സിമം കയറാൻ പറ്റുന്ന കയറല്ല. അല്ലെങ്കിൽ നടന്ന് പോകേണ്ടി വരും. ജീപ്പ് ഓഫ് റോഡ് അടിക്കുന്നുണ്ട്. ചെക്കന്മാരൊക്കെ കണ്ടമാനം പോകും കേട്ടോ. ചെറിയൊരു വ്യൂ പോയിൻ്റ് ആണ്. എന്നാലും ഒരുപാട് ആളുകൾ ഈ ഒരു സമയത്ത് വന്ന് പോകുന്നുണ്ട്. പോയോക്കാം. നമ്മളും ആദ്യമായിട്ടാണ് ഇന്നിവിടെ ചോദിക്കുന്നത് ഇതിലല്ലേ പോവുക. ഞാൻ പറഞ്ഞത് ഇതിൽ തന്നെയാണ്. കാരണം ഈ കോൺക്രീറ്റ് റോഡാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ റോഡ് നമുക്ക് മാക്സിമം പോകാം. ഊരങ്ങനെ പോട്ടെ. മടങ്ങി നമുക്ക് ഒന്നാക്കി മടങ്ങാമല്ലോ. ഭാഗത്തേക്ക് വരുമ്പോഴേ തീർച്ചയായിട്ടും ചെയിൻ സ്പോക്കറ്റൊക്കെ നല്ല കണ്ടീഷനിലെ വണ്ടി കൊണ്ട് കയറാം. കാരണം ഇജാതി വല്ല കുന്നാണ്. കാരണം ഹൈറ്റിക്ക് നമ്മൾ കയറി പോവുകയാണ്. എൻ്റെ വണ്ടിക്ക് തന്നെ ഇടയ്ക്കിടയ്ക്ക് സ്പോക്കറ്റ് അടിക്കുന്നുണ്ട്. ഇവിടെ എന്തോ ഒരു വ്യൂ പോയിന്റ് കാണുന്നുണ്ട്. അവിടെ കുറേയൊക്കെ നിർത്തിക്കുന്നു കേട്ടോ. നമുക്കത് മടക്കത്തിൽ നോക്കാം. നമുക്കിപ്പോൾ മാക്സിമം ഇതിലെ പോകാം. ഇവിടെ എത്തിയപ്പോൾ കുറേ ആൾക്കാരെ കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ. കാണുന്ന പോലെയല്ല കേട്ടോ. നല്ല കയറ്റം കയറാണ്ട് നല്ല പവറുള്ള വണ്ടിയൊന്നും പറയണില്ല. ചെയിനായിട്ട് സ്പോക്കറ്റ് ക്ലിയർ വാങ്ങാം കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് പോകേണ്ടി വരും. കാരണം അജാതി പുത്തനുള്ള കയറ്റാണ്. വരുമ്പോൾ നമുക്കിവിടെ ഒരു ചായപ്പീടിക കാണാൻ കഴിയും. ഇതുപോലെ ഒരു അമ്പുണ്ട് അവിടെ. ഈ അമ്പാണ് പോലെ സീറ്റ്. പിന്നെ അടവാട്ടോ. കാരണം എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഏകദേശം ആളുകളൊക്കെ ഇവിടെ നിർത്താൻ തുടങ്ങിയിട്ടോ. ഇവിടെ കുറേ വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ. കുറേ ചെക്കന്മാർ മേലേക്ക് പോയിക്കണം. നമുക്ക് പോയി നോക്കാം. നമ്മൾ വീട്ടിൽ നിന്ന് ഏകദേശം 3:20 പോകുന്നു കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ 4:50 സമയം. ഞാൻ രാക്ക് പോലെ പോകുന്നിട്ടൊരു 50-40 സ്പീഡിൽ ഞാൻ പോകല കേട്ടോ. ഞാനങ്ങനെ ഓവർ സ്പീഡിലൊന്നും പോകാറില്ല. അപ്പോൾ നമ്മൾ ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ടോ. നമ്മൾ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തിരിക്കണ്. ഈ ചെക്കന്മാരുടെ ഓഫ് റോഡ് ചേട്ടോ. വിജയ് ആ സൈഡ് കയറ്റിക്കോ. ഈ സൈഡ് കയറ്റിക്കോ. ഇത് കുറച്ച് ഗ്രിപ്പുണ്ട്. അതിലൊക്കെ കയറ്റണം. അതിലൊക്കെ കയറ്റിട്ട് കാര്യമില്ല. ആ അവിടെ കല്ല് വെച്ചില്ലേ. നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അതെ ഒരു ഓഫ് റോഡ് കയറുന്നില്ല. കയറ്റാ പോട്ടുണ്ട്. ഹോയ് ഹോയ് നാക്കിന് വിട്ടണ്ട. അവിടെ പോയിക്കോ. നേരെ വിട്ടോ. നേരെ വിട്ടോ. എന്താ കയറില്ലാണ്ട് അങ്ങനെ എക്സ്പൾസർ കഴിച്ചില്ലായിട്ടോ കയറി. അപ്പോൾ ഓഫ് റോഡ് കൂടെ വണ്ടി കയറ്റണം എന്നില്ല ആൾക്കാർക്ക് ഇപ്പോൾ ഈ ഒരു സമയത്ത് വന്നാൽ മതി. ഇതിൽ കയറ്റി പോകാം. കാരണം നല്ല മല്ല് കെട്ടിയ സ്ഥലമാണ് ഇവിടെ. ഏകദേശം 1.5 കിലോമീറ്ററോളം നമുക്ക് കയറാണ്ട്. എൻ്റെ കൂടെ 4 കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ എൻ്റെ കൂടെ എല്ലാവരും അപ്പോൾ അതിനെ വിളിച്ചപ്പോൾ ഓനില്ലായിരുന്നു. ഓനെന്തോ തിരക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മളെ യാത്ര എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒറ്റയ്ക്ക് പോകേണ്ടി വരും. ചിലപ്പോൾ ആളുണ്ടാവും. ഒന്നും നമ്മൾ നോക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാം വരുമ്പോൾ പോകുക. അങ്ങനെ ഒരുപാട് വണ്ടിക്കാർ വന്ന് ഇവിടെ കൊടുങ്ങുന്നുണ്ട്. കുറേ കാര്യം ബുക്കുന്നുണ്ട്. പല പരിപാടി നടത്തുന്നുണ്ട്. അതാണ് ആമസോൺ വ്യൂ പോയിൻ്റ്. വണ്ടി കൊണ്ട് ട്രക്കിങ് താല്പര്യം അല്ല എന്താ പറയുക ഓഫ് റോഡ് അടിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ആമസോൺ വ്യൂ പോയിന്റിൽ വരും കേട്ടോ.
ഇപ്പോൾ ഇവിടെ നിന്ന് വലിയ കുഴപ്പമില്ല. ആ താഴെ ഭാഗത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 2-3 മാസത്തോളം ഓടാൻ ലച്ച് കഴിഞ്ഞിട്ടോ. പിന്നെന്താ ചെക്കന്മാരാണ്, ഓല് വാശിക്കാരാണ്. കയറ്റെന്ന് പറഞ്ഞാൽ കയറ്റും. ഇത് എക്സ്പൾസ് കേട്ടോ, എക്സ്പൾസിൻ്റെ ഹൈറ്റ് കൂടിയ വണ്ടിയാണ്. പോട്ടെ കയറട്ടെ, യാവാ നല്ല പോയാൽ മതിട്ടോ. ഓഫ് റോഡിന് വേണ്ടി ഇറക്കിയ വണ്ടിയാണ്. ഓഫ് റോഡ് പോകുമ്പോൾ ഈ ഓഫ് റോഡ് വണ്ടി പോട്ടെ കേട്ടാ. അയ്യോ ഇന്നെ കുളിപ്പിച്ചല്ലേ മൊത്തം. അങ്ങനെ നമ്മളെ ചെക്ക് ഉണ്ട് കേട്ടോ. എന്നിട്ട് മാക്സിമം കയറ്റാതൊക്കെയാണ് വണ്ടി നല്ലത് അല്ലേ? പൊക്കണോ? ഓന് കൈകാര്യം ചെയ്യാറ് കേട്ടോ. ഇതങ്ങാനും കാര്യമില്ല, എൻ്റെ ഒരു അടി ഉണ്ടാവും. ജോന ഇറക്കിക്കാണ്ട് ഇത് ഇറങ്ങാട് സ്ഥലം പറഞ്ഞ് നിങ്ങൾ ഈ പരിസരത്ത് തന്നെയാണല്ലേ? ചെക്കന്മാരെ ഭയങ്കര ഞാൻ കജ്ജു വെക്കണേ പറയും. ഞാൻ കജ്ജു വെക്കണം. ഞാൻ കജ്ജപ്പുറം വെക്കേണ്ടി പറയും. അപ്പൊ ഞാൻ വെച്ചുതരും. ഇതാണ് ഇവിടെ വരുമ്പോൾ സാഹസികത കേട്ടോ. കണ്ടോളി, ഇപ്പൊ ക്യാമറ എടുക്കാനായിട്ടാണ് ഒപ്പം വന്ന് കാണ്ടി ഫുള്ള് ഒപ്പിയെടുത്ത് കാണ്ടി കാട്ടാ. ഇജ്ജ് മെച്ചണ്ട് ഇങ്ങോട്ട് മറിഞ്ഞു മെച്ചണ്ടായിട്ടോ. സാധനം കയറി ഓനെ കണ്ട് പഠിച്ചടാ. ആണ്ട് വീണാ ഞങ്ങളെ കാണിച്ചരാ. പോന്നോ ഇനി നിനക്ക് റെയിൻകോട്ട് ഇങ്ങോട്ട് കാട്ടിക്ക. ഓ റെയിൻകോട്ടൊന്നും തരില്ല കേട്ടോ. ഏകദേശേ ഒരു 1.5 കിലോമീറ്റർ നടക്കാണ്ടല്ലോ. ഇവരൊക്കെ ഇപ്പം തന്നെ കുഴങ്ങി. മിക്കവാറും ഞാൻ അവലെ അറ്റൻഡ് ചെയ്തു. ചെറുക്കന്മാരെ ഓലെ വജ്ജാലങ്ങനെ നടക്കേനു. അപ്പോൾ ഓല് പറഞ്ഞപ്പോൾ ഞങ്ങളൊപ്പം കൂടിക്കോളി, ഓല് വേണമെങ്കിൽ നമ്മളൊപ്പം കൂടിക്കോട്ടെ. അവിടെ ഒറ്റക്ക് തന്നെ ഉള്ളൂല്ലേ? എന്നല്ല കടുവും പിടിച്ചോണ്ടോ കേട്ടോ. ഒറ്റക്ക് അവിടെ നിൽക്കരുത്. ഇജാണ് സ്ഥലം? പാലക്കാട്. അജി ഒറ്റക്കുള്ളൂ? എവിടെ? എന്താ വർക്ക്? തിരുവാലിയില്ലേ? ഫയർഫോഴ്സിലല്ലേ? മാഷാല്ലാ. പേരെന്താ? ഗോകുൽദാസ്. ആ നീ മേലെ പോയോ? ഇജ്ജ് മേലെ പോയോ? ഇല്ല, പോണല്ലേ? ഒറ്റക്കന്നെ ഉള്ളൂല്ലേ? നമ്മളെ മാതിരി ആളജ്ജ്. അപ്പോൾ ഒറ്റക്കന്നെ ഉള്ളൂ ഓനും, ഒറ്റക്കന്നെ ഉള്ളൂ ഞാനും. പക്ഷേ നമ്മൾ ഒറ്റക്ക് മതി. നമ്മൾ എയിലെ പോവുകയാണെങ്കിലും നമ്മൾ ഒറ്റക്ക് മതി. ആൾക്കാരൊന്നും വേണ്ട. ആൾക്കാരുണ്ടായാലും രസമാണ്. രസം വേണമെങ്കിൽ ഓലപ്പം പോയാൽ മതി. പക്ഷെ ഓല് പോട്ടെ, ഞാൻ ഒറ്റക്കല്ലേ പോകുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ഒറ്റക്ക് പോവും. ഇനി നല്ല കുത്തനുള്ള കയറ്റാട്ടോ. കുട്ടികളെയും കൊണ്ട് വരികയാണെങ്കിൽ ശ്രദ്ധിക്കണം. കൈ പിടിക്കേണ്ടി വരും, ഏറ്റേണ്ടി വരും, പല പരിപാടി നടത്തേണ്ടി വരും. ഈ ഒരു മഴക്കാലമായത് കേട്ടോ. കാരണം ആകെ സ്ലിപ്പായി കിടക്കുകയാണ് വണ്ടി. വണ്ടിയൊക്കെ ഏകദേശം ഒരു ബൈക്ക് നമ്മളെ നിർത്തി കഴിഞ്ഞതിന് ശേഷം ഒരു 500 മീറ്റർ മാക്സിമം കയറുള്ളൂ. അത് ഓഫ് റോഡ് കണ്ടില്ലേ? അതേ കയറുള്ളൂ. നമ്മളെ മാതിരി ആദ്യം തന്നെ ആ സ്പോട്ട് തന്നെ കൊണ്ടുപോയി നിർത്തിയിട്ടിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ആ വണ്ടിക്ക് അത്രയും നല്ലത്. ടയറും ഇതൊക്കെ പഞ്ചറായി കഴിഞ്ഞാൽ ആ സ്ലിപ്പാവും, ആരും കിട്ടൂല. മഴ പെയ്തുകൊണ്ടേ നല്ല ചളി കേട്ടോ. യാത്ര ചെയ്യാനേ എപ്പോഴും 4 ആൾ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒറ്റക്ക് പോയാൽ അത് വേറൊരു വൈബാണ്. സ്വന്തം കാര്യം നോക്കി നടന്നാൽ മതി. അല്ല, മറ്റുള്ളവരെ വെച്ച് ചുമക്കണം എന്നല്ല പറയുന്നത്, അങ്ങനെയാണ്. അപ്പോൾ ആളുണ്ടെങ്കിൽ ഓലെ കൂട്ടുക, ഇല്ലെങ്കിൽ ഒറ്റക്ക് പോവുക. മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ലേരിയാണെങ്കിൽ ശ്രദ്ധിക്കുക. പറയാൻ പറ്റില്ല കേട്ടോ. ഇവിടെയൊക്കെ ഒഴിഞ്ഞ സ്ഥലങ്ങളാണ്. കാരണം ഇവിടെ ആളുകളിങ്ങനെ വന്നും പോകുന്നുണ്ട്. ഒപ്പല്ല ആൾക്കാരൊന്നും പോകുന്നില്ല. അവർക്കൊക്കെ പല ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ആകുമ്പോഴേ നമ്മളെ വൈദ്യത്തെ പോലെ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, ഉള്ള വൈബിന് നമ്മൾ പോവുക. ഞാനേ തുണിയും കാര്യങ്ങളൊക്കെ എടുത്ത് പോകുന്നത്. കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ ഫാൻ്റെ ഒക്കെ ആകെ ഇറപ്പാവും. അപ്പോൾ അതിന് വില കോട്ടിട്ട് കഴിഞ്ഞാൽ ഒരു വിഷയമല്ല, നമുക്ക് അങ്ങനെ പോകാം. അങ്ങനെ
നല്ല മല്ലാട്ടോ, കയറന്നെയാണ്, കയറ്റം കയറന്നെയാണ്. ചെരുപ്പൊക്കെ ഒഴിവാക്കിയിട്ട് മാക്സിമം ഷൂട്ട് പോരാട്ടോ. ഞാൻ ചെരുപ്പിട്ടാണ് പോകുന്നത്. ഞാൻ കുറേ സ്ഥലത്ത് ഇതേപോലെ വീഴാൻ പോയിട്ടോ. അപ്പോൾ ഒരു ബൈക്ക് പോകുകയല്ലേ, അപ്പോൾ അതിൻ്റെ സെറ്റപ്പ് തന്നെ പോരാ. എൻ്റെ മാതിരി തുടി നിർത്ത് പോരണ്ട. പിന്നെ ഈ കുട്ടികളെ കാര്യം ശ്രദ്ധിക്കട്ടോ. കുട്ടികളെയും കൊണ്ട് പോന്നാൽ പണിയാവും എന്ന് പറഞ്ഞാൽ നല്ല കുത്തനുള്ള കയറ്റാണ്. അവരെ നമ്മൾ ചുമക്കേണ്ടി വരും. നമ്മളെ കയറിയിട്ട് ആകെ കിടക്കാണ്. അങ്ങനെ ഞാൻ കയറുന്ന കേട്ടോ. കിട്ടാൻ എന്താ ഉണ്ടാക്കണേന്നല്ലേ കുളി മാറി ഇങ്ങനെ പോകുന്നതാണ്. കുറച്ച് ചെക്കന്മാർ നേരത്തെ കയറിപ്പോയി. ഇപ്പം ബാക്കിലുണ്ട്. മാക്സിമം 1.5 കിലോമീറ്റർ ദൂരം നടന്നിട്ടോ ഈ ഒരു സ്പോട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഒരുപാട് കപ്പിൾസുകളും ഒരുപാട് ആളുകളും എന്താ പറയുക എല്ലാവരും ഉണ്ട് കേട്ടോ ഈ ഒരു സ്പോട്ടിലിപ്പോൾ. എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഒരു 1500-2000 ഫീറ്റ് ടോപ്പിലിടെ നമ്മൾ നിൽക്കുന്നത്. ഒരുപാട് ആളുകൾ ഇന്ന് ഈ ഒരു സ്പോട്ടിൽ വന്നിട്ടുണ്ട്. തിങ്കളാഴ്ച ദിവസം കേട്ടോ. ഈ ഒരു സമയത്ത് ഇപ്പോൾ മഴയോ കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് കോടയോ കാര്യങ്ങളൊന്നും ഇപ്പോൾ അല്ല കേട്ടോ. മഴ പെയ്തവിടെ ഫുള്ള് കോടയായിരിക്കും കേട്ടോ. അപ്പോൾ തന്നെ ചെറുങ്ങനെ മൂടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളാ കണ്ട സ്പോട്ടിൽ കുറേ ആൾക്കാർ കേട്ടോ, നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഏകദേശം ആൾക്കാർ അവിടെ വന്നിട്ട് കാഴ്ച കണ്ട് പോക്കാണ് പതിവ്. എന്നാൽ ഞാൻ ഒന്നുകൂടി മേലേക്ക് പോട്ടോ. കുറച്ച് ഡേഞ്ചർ സ്ഥലമാണെന്ന് പറഞ്ഞത്. അതായത് നമ്മളിങ്ങനെ കയറിപ്പോട്ടോ. നമുക്ക് ഇവിടുത്തെ എല്ലാ ഭാഗങ്ങളും കാണണ്ടേ. ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കാണാൻ സൈഡിൽ കൂടെ ഇവിടുത്തെ കാഴ്ച കേട്ടോ. അപ്പോൾ നമുക്ക് ഏകദേശം മേലേക്ക് തന്നെ പോകാം. സമയം ഇവിടെ ഇപ്പോൾ 5:44 സമയം. നമുക്കൊരു 6 മണിക്കവിടെ എത്തുന്നില്ല പ്രതീക്ഷയിലാണ് പോണത്. അപ്പോൾ ഇങ്ങോട്ട് പോണ ബൈക്ക് വലിയ കുന്നെന്ന് പറയാൻ ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ അത് മേലക്കൊന്നും ഡേഞ്ചറാണെന്നാണ് പറഞ്ഞത്. കാരണം വീണ് കഴിഞ്ഞാൽ പൊടി പോലും കിട്ടൂല, അമ്മാതിരി അവസ്ഥയാണ്. രണ്ടാളുകൾ മരിച്ചിരിക്കണമെന്നൊക്കെ പറയണേക്കെ ഉണ്ട്. കാരണം ഇതിൻ്റെ ഒരു സേഫ്റ്റി കുറവ് തന്നെയാണ് കേട്ടോ. അല്ല ശരിക്കും ഇവിടെ നല്ല നിയന്ത്രണം കൊണ്ടുവരണം കേട്ടോ. ഇപ്പം നമ്മളെ ആമസോണിൻ്റെ ഇതിങ്ങനെ കാണാം കേട്ടോ. ആ പുഴ ചാലിയാറാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് മേലേക്ക് തന്നെ പോകാം. പക്ഷെ കുട്ടികളെയും കൊണ്ടൊക്കെ വരുമ്പോഴേ മേലേക്ക് വല്ലാതെ കയറരുത്, ഡേഞ്ചറാണ്. ഒറ്റക്കൊക്കെ ആണെങ്കിൽ നമുക്ക് വിഷയമല്ല, നമുക്ക് കൂളായിട്ട് പോകാം. പിന്നെ ഇങ്ങോട്ട് വരുന്ന അധികം ആൾക്കാരും ഒറ്റക്കാരും വരലില്ല എൻ്റെ മാതിരി. ഇവിടേക്ക് വരുന്ന ആളുകളൊക്കെ 1, 2, 4, 5 ആളുകൾ സെറ്റ് ആയിങ്ങോട്ടാണ് പോരല്. ഞാൻ എൻ്റെ വണ്ടിയും ഹെൽമെറ്റൊക്കെ അവിടെ താഴെ വെച്ച് പോന്നു കേട്ടോ. ഇനി ചെല്ലുമ്പോൾ വണ്ടി ഉണ്ടാവും, ഹെൽമെറ്റ് ഉണ്ടാവുമെന്ന് പറയാൻ പറ്റൂല. വല്ല കടുവയോ പന്നിയോ വന്ന് ആക്രമിച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, എൻ്റെ മയ്യത്താക്കാരം. അപ്പോൾ എന്താണോ യാത്ര എപ്പോഴും നല്ല സാഹസികമായിട്ട് തന്നെ നടത്തണം. അല്ലാതെ നമ്മൾ പേടിച്ച് നിന്നിട്ട് കാര്യമല്ല, വരും പോലെ വരും. സമയം കരച്ചിട്ടോ. കുത്തനല്ല കയറ്റാണ്. ഏകദേശം 1500 ഫീറ്റ് ഉണ്ടാവും കേട്ടോ അങ്ങോട്ട് ഹൈറ്റ് എന്ന് പറയാൻ. ആ കുന്നിൻ്റെ മേലേക്കാണ് ഇപ്പോൾ വണ്ടി ഓടിച്ചിട്ടും നടന്ന കഴിഞ്ഞപ്പോൾ പോകുന്നത് കേട്ടോ. സമയം 5:50 കേട്ടോ. ഒരു മനുഷ്യനില്ല. ഏകദേശം നമുക്കൊരു 6:30 ആകുമ്പോഴത്തേക്ക് ഒന്ന് ഇറങ്ങിപ്പോകണം കേട്ടോ. വല്ല ചൊറകളിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ നമ്മളെ കണി കാണൂല, അതാണ് കഥ. കുഴങ്ങിട്ടോ. ഏതായാലും ഞങ്ങളിവിടെ എത്തിയതോ. ഇവിടെ ഇങ്ങനെ കയറുക. ഇതിങ്ങനെ വഴി കാണുന്നുണ്ട്, പോയി നോക്കാം. ഇതിലൊക്കെ ആളുകൾ വരലുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇല്ല കേട്ടോ. സമയത്ത് ആളില്ല, ഞാൻ ഒറ്റക്ക് മാത്രമേ ഉള്ളൂ. അത് ഇനി കൂട്ടമായ വഴിയിലൂടെ PJ ട്രാവലിക്ക് സഞ്ചരിക്കാം കേട്ടോ. നിങ്ങളേ ഒരു വട്ടെങ്കിലും ആമസോൺ വ്യൂ പോയിൻ്റ് സന്ദർശിക്കണം കേട്ടോ. കാരണം സ്പോട്ട് അടിപൊളിയാണ്. ഞാൻ ഒരുപാട് കാലമായി ഇങ്ങോട്ട് വരണം ആഗ്രഹിക്കുന്നു. പക്ഷെ ഇന്ന് ആരും കിട്ടിയില്ല, എനിക്കാരും കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഒറ്റ കണ്ട് ഇറങ്ങി തിരിച്ചു. അപ്പോൾ ഏകദേശം നമ്മൾ ഇവിടെ എത്തിട്ടോ. ഈ കുന്നിൻ്റെ മേലെ നിന്ന് കയറി നോക്കാം, ഇവിടെ കാഴ്ച ഒന്ന് കണ്ടു നോക്കാം. ആകാശമൊക്കെ ഇരുണ്ട് നിൽക്കുക കേട്ടോ. ഒരു മഴ പെയ്യാനിപ്പോൾ നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ മഴ പെയ്യുന്നില്ല.
അങ്ങോട്ട് ചാടിക്കഴിഞ്ഞാൽ കഥ എടുക്കാണ്ടാവില്ല. കണ്ടില്ലേ, കുത്തനല്ലേ. ഇതാണ് മുളക്കാടുകളാണ്, മുളക്കാടുകൾ. നമ്മളേ നേരത്തെ ഇരുന്നതിൻ്റെ വേറൊരു വശത്തേക്ക് നമ്മൾ വന്നത് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഒന്നുകൂടി മൊഞ്ച് കൂടുട്ടോ. നമ്മൾ ആമസോണിൻ്റെ ആ സാധനം കിടക്കുന്നുണ്ട്, വെള്ളച്ചാലിയറിനെ പോകും കേട്ടോ. അതാ ചാലിയാർ അങ്ങനെ പോവുകയാണ്. ഇതൊക്കെയാണ് നമ്മളെ കാഴ്ചകൾ. കാരണം ഇവിടെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ. സമയം 6 മണിയായിട്ടോ. ആരുമില്ല. ആമസോൺ വ്യൂ പോയിൻ്റ് ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ. അവിടുത്തെ കാഴ്ചകളൊക്കെ അതിമനോഹരമാണ്. എന്താ പറയുക, ഒരു രക്ഷയില്ല. കാരണം ഇവിടെ ഭയങ്കര ഡേഞ്ചർ എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ സൈഡുകളൊന്നും കിട്ടിയിട്ടില്ല. മുമ്പ് 2 ആൾ മരിച്ചതാണ്. പിന്നെ കുറേ ആളുകളെ അവിടെ അതിൽ പോകുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ പോകുന്ന ടീമുകളാണ്. കാരണം അവിടെ നല്ലൊരു ടോപ്പ് ഹൈറ്റ് ഉണ്ട്. എവിടെ പോയാലും ഇതൊക്കെ തന്നെ കാഴ്ച. ഈ ഒരു സംഗതിയാണ് ഇതൊക്കെ. അപ്പോൾ അതുപോലെ നിങ്ങളും വരിക. കാരണം ഈ ഒരു സമയത്ത് നല്ല മഴയൊക്കെ ആണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ അവിടെ വന്ന് നിൽക്കാനേ. മഴ പെയ്താൽ ഞാൻ മഴ പെയ്യോന്ന് കാത്തിരിക്കുകയാണ്. മഴ പെയ്താൽ പൊളിച്ചു. കാരണം നല്ല വൈബായിരിക്കും. കോടൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് പൊന്തും. അപ്പോൾ ഈ ഒരു വർഷത്തേക്ക് വന്നപ്പോൾ ഇവിടെ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. പല മോഡലിലെ ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസൊക്കെ എടുത്തവർ തിമിർക്കാണ് ഇവിടെ. ഇപ്പോഴൊക്കെ നല്ല മഴക്കാലമാണ്. കാരണം ഈ ഒരു ഭാഗത്തേക്ക് ഇപ്പോൾ ഈ ഒരു സമയത്ത് മഴയില്ല കേട്ടോ. ഞാൻ വന്ന സമയത്ത് കുറവാണ്. നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വന്നില്ല. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ റെയിൻകോട്ട് മസ്റ്റായിട്ട് കൊണ്ടുവരണം കേട്ടോ. ഇല്ലെങ്കിൽ വിഷയമൊന്നുമില്ല, നിങ്ങൾ നനഞ്ഞ് പോകേണ്ടി വരും. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ താനൂർ, നിങ്ങൾ താനൂരല്ലേ? കോഴിക്കോടാ? നിങ്ങളെവിടെ സ്ഥലം? കക്കാട് മുക്കോ. അപ്പോൾ സമയം ഇവിടെ 6:55 സമയം കേട്ടോ. ഇരുട്ടായി. അതുപോലെ ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ ഒരുപാട് പ്ലാസ്റ്റിക്കിൻ്റെ മാലിന്യങ്ങൾ കണ്ടമാനം കാണുന്നുണ്ട്. എന്താ വെച്ചാൽ എന്താ പറയുക, നമ്മളെ ആളുകളാണ്. എന്ത് കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അത് അതേ ചെയ്യുള്ളൂ. അപ്പോൾ പിന്നെ ഞാനെന്താ പറയുക, എന്നാലും ഞാൻ പറയാം, ദയവ് ഇത് കൊണ്ടുവരാതിരിക്കായിരിക്കും നല്ലത്. നമ്മളെ ഓരോ ആളുകളും ഇങ്ങനെ ശ്രദ്ധിച്ചാൽ നമ്മളെ പ്രകൃതിയെ തന്നെ നമുക്ക് സംരക്ഷിക്കാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ഇപ്പോൾ ഏകദേശം കോട മൂടി വരുന്നുണ്ട് അവിടെ. അപ്പോൾ ഇതിനെ ഇറങ്ങിപ്പോന്നു. ഇനിയിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഉള്ളതല്ലേ. മേലെ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഫാമിലീസ് ഉണ്ട്, കുട്ടികളുണ്ട്, കപ്പിൾസ് ഉണ്ട്. പല വിധത്തിൽപ്പെട്ട ആളുകൾ പല ഭാഗത്തുനിന്ന് താനൂർ, വയനാട്, ഇടുക്കി എന്നൊക്കെ ആളുകൾ വന്നിരിക്കുന്നു കേട്ടോ. അങ്ങനെ പല ഭാഗത്തുനിന്നും ആളുകൾ എത്തുന്നുണ്ട്. ഏകദേശം കടലുകൾ ഇരുടായി. ഇനി ഏകദേശം നമ്മുടെ നാട്ടിലേക്ക് ഏകദേശം പോകണം കേട്ടോ. നമുക്ക് ചായ കുടിക്കണം, അതുപോലെ എല്ലാ സംഗതികളും ചെയ്യണം. അപ്പോൾ അതിന് എന്താ പറയുക, എനിക്കിങ്ങനെ ജോലിൻ്റെ തിരക്കായതുകൊണ്ട് ഇങ്ങനെ വീഡിയോ ചെയ്യാനൊന്നും പറ്റണില്ല. കുറേ ആളുകൾ എന്നോട് ചോദിക്കലുണ്ട് എന്താ വീഡിയോ വരാത്തതെന്നൊക്കെ. അപ്പോൾ കാരണം അതാണ്, ജോലിൻ്റെ തിരക്കായിട്ട് എത്തുന്നില്ല, അതാണ് വിഷയം. ഒരു ആമസോൺ വ്യൂ പോയിൻറ്റിൻ്റെ ഏത് പോർഷനിൽ വന്നാലും ഇതാണ് അവസ്ഥ. വീണ് കഴിഞ്ഞാലും ഒരു രക്ഷയില്ല. ആളെ പൊടി പോലും കിട്ടൂല. കാരണം കുത്തനല്ല, എന്താ പറയുക, കൊക്ക തന്നെ പറയാം. വെറുതെ അല്ല ഇതിന് ആമസോൺ വ്യൂ പോയിൻ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇട്ടുക്കണത്. സമയം 6:20 മഴനെ കാണാനില്ല. ഞാൻ മഴനെ കാത്തിരിക്കുകയാണ് ഇവിടെ. മഴ പെയ്തിട്ട് വേണം എനിക്ക് റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് നല്ലൊരു മഴ കൊണ്ടുകൊണ്ടൊക്കെ നിൽക്കണം കയറി നിൽക്കുന്നുണ്ട്. പക്ഷെ എന്താ ചെയ്യുക, മഴ നമ്മോട് കൂടെ സഹകരിക്കുന്നില്ല തന്നെ. അപ്പോൾ ഞാൻ ഈ ഭാഗത്തേക്ക് തന്നെ ഇറങ്ങി പോകുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് ആളുകൾ വന്നിക്കണ്. ഇതൊക്കെ ഒരു എന്താ പറയുക, കപ്പിൾസുകളാട്ടോ. എന്താ പറയുക, ഈ ഒരു സമയത്തുള്ളൊരു ആംബിയർ ഒന്ന് എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ് ഈ ആമസോൺ വ്യൂ പോയിൻറ്റിൻ്റെ. ഏയ് എന്നാ ഇഞ്ചി ചായ, ബദാം ചായ ഉണ്ടോ? നിങ്ങൾ അതിനോട് സാധനം കൊണ്ടുവരുന്നു ജീപ്പിലോ തന്നെ? നിങ്ങളാ വണ്ടി ഇത് കയറും? എക്സ്പൾസ് മറ്റേ ഹിമാലയം ഇതുവരെ അവിടെ കയറുന്നില്ല. പിന്നെ നിങ്ങളെ വണ്ടി എങ്ങനെ കയറുന്നത്? കയറ്റിലാണല്ലേ? എടാ എന്റെ എത്രടാ, നിങ്ങൾ എത്ര കാലം ഇവിടെ? 3 അല്ല കച്ചവടം അല്ലേ? ഒരു ദിവസം എത്ര ഒരു 500 ആളൊക്കെ ഉണ്ടോ അവിടെ? നൈറ്റോ? നൈറ്റ് 11 മണിക്കല്ലേ? എത്ര ആള് ആ നേരത്തെ കാണണ്ടാവോ? തന്നെ. അപ്പോൾ നമ്മളെ ആ കാണുന്ന ചായപ്പീടിയിൽ ചായ കുടിച്ചിറങ്ങി കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ചായയും കടിയും 30 രൂപ കേട്ടോ. ചായക്ക് 15, കടിക്ക് 15. കാരണം ഈ ഒരു ഭാഗത്ത് ഒറ്റ പീടിക മാത്രമേ ഉള്ളൂ.
കാരണം ഇങ്ങോട്ട് വണ്ടികളോ കാര്യങ്ങളൊന്നും വരില്ല. ഒരു അത് ഇങ്ങോട്ട് ചുമന്നുകാണ്ടും അതുപോലെ ചെറിയ സ്കൂട്ടി ഉണ്ട്, അതിന്മേൽ വെച്ച് കിടക്കെ കൊണ്ടുവരുമെന്നൊരു പറഞ്ഞു. കാരണം എക്സ്പോൾസ് ഹിമാലയം പോലത്തെ വണ്ടികൾ തന്നെ ഇവിടെ കയറുന്നില്ല, കാരണം അത് കടന്ന് തിരിയാണ്. പിന്നെ എങ്ങനെയല്ല സ്കൂട്ടി വെച്ച് ഇങ്ങോട്ട് കയറണം നമുക്കറിയില്ല കേട്ടോ. പിന്നെ 4x4 ജീപ്പ് കയറി പോകുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതും അല്ല തന്നെയാണ് ഇവിടെ കയറാൻ. അതൊക്കെ ഇവിടുത്തെ കാഴ്ചകൾ. ഏകദേശം 7 മണിയായിട്ട് സമയം. അപ്പം ഇനി നമ്മൾ തിരിച്ചിറങ്ങാണ്, ചായ കുടിച്ച്. ഇനി നമുക്ക് എവിടെ നിർത്തേണ്ട ആവശ്യങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ എണ്ണക്ക് ഒരു 150 ഉറുപ്പിയും പിന്നെ 30 ഉറുപ്പ്യ ചായയും കടിയും, അതുപോലെ 30 ഉറുപ്പ്യ ചായയും കടിയും, അങ്ങനെ 210 ഉറുപ്പ്യ കേട്ടോ ഈ യാത്രൻ്റെ ചിലവ് എന്ന് പറഞ്ഞത്. നമ്മളെ വണ്ടിൻ്റെ നമ്മൾ എത്തിയിട്ട് ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട്, കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അവിടെ വണ്ടി നിർത്തിങ്ങാണ്ട് നമുക്ക് ഹെൽമെറ്റും വണ്ടിയും കാര്യങ്ങളൊക്കെ ധൈര്യത്തോടെ വെക്കാം. കാരണം ഒരു വിഷയങ്ങളൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. കാരണം അവിടെ താഴത്ത് ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ധൈര്യമായിട്ട് വണ്ടിയും ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ വെച്ച് പോകാം. പിന്നെ പൈസയും കാര്യമൊന്നും വെച്ച് പോകരുത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, അത്രയും സെറ്റപ്പാണ്. ഇനിയിപ്പോൾ നിങ്ങളെന്തെങ്കിലും സാധനം നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ താഴത്തെ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നോക്കിയാൽ നിങ്ങളെ സാധനമൊക്കെ തിരിച്ച് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി താഴോട്ട് പോകാം. കാണുന്ന മനോഹരമായ സ്ഥലങ്ങൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പടച്ചുണ്ടാക്കി വെച്ച സംഗതികളാണ്. ഇതൊന്നും നമ്മൾ കാണാതെ ഈ വീട്ടിൽ കുത്തിനിടേണ്ട കാര്യം. അടച്ചുണ്ടാക്കി വെച്ചെന്തിനാ നമ്മളെ പോലത്തെ ആളുകൾ കാണാനാണ്. എന്താ പറയുക, നമുക്ക് നല്ല വൈബ് കിട്ടാനും സന്തോഷം കിട്ടാനൊക്കെയാണ് ഇങ്ങനത്തെ ഓരോ സ്ഥലങ്ങളിൽ നമ്മൾ പോയി കേട്ടോ. അപ്പോൾ നിങ്ങളും പോകണം ഇങ്ങനത്തെ ഓരോ സ്പോട്ടിൽ. വെറുതെ വീട്ടിൽ ഇങ്ങനെ ചടച്ചിരിക്കരുത്. ഞാൻ വലിയൊരു യാത്രക്കാരനോ കാര്യങ്ങളൊന്നുമല്ല. ഞാൻ കിട്ടുന്ന സമയങ്ങളിലൊക്കെ യാത്ര ചെയ്യാൻ നോക്കലുണ്ട്. അങ്ങനെയൊക്കെ എൻ്റെ അവസ്ഥകൾ കേട്ടോ. നിങ്ങൾ ഇതുപോലെ യാത്രകൾ നടത്തണം കേട്ടോ. കാരണം ആളില്ലാന്ന് കരുതിയിട്ട് പോകാതെ നിൽക്കരുത്. ആളുണ്ടെങ്കിലും പോകണം, ആളില്ലെങ്കിലും പോകാതെ നിൽക്കരുത്, പോകണം. യാത്ര എന്ന് പറഞ്ഞാൽ വേറൊരു വൈബാണ്. അത് ഒറ്റക്ക് ചെയ്യാൻ കഴിയണമെങ്കിൽ അതൊരു വൈബാണ്. ഇനി കൂടെ എന്താ പറയുക, ആളുകളുണ്ടെങ്കിൽ അതൊരു പ്രത്യേക വൈബാണ്. ഒക്കെ ഒരു വൈബാണ്. അപ്പോൾ നിങ്ങൾ യാത്ര ചെയ്യാതിരിക്കരുത്, യാത്രയൊക്കെ ചെയ്യണം കേട്ടോ. നമ്മുടെ ചാനലിൻ്റെ പേര് PJ ട്രാവലിക്ക കേട്ടോ. PJ ട്രാവലിക്ക അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളെ ഡീറ്റെയിൽസും കാര്യമൊക്കെ കിട്ടുമ്പോൾ അതൊന്ന് കയറിയിട്ട് ഫോളോ ചെയ്യുക. അതുപോലെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ ഒരു സെയിം പേര് തന്നെയാണ്. അപ്പോൾ ഫോളോ ചെയ്ത് കൊടുക്കുക. കാരണം നിങ്ങൾ ഫോളോ ചെയ്ത് കണ്ടാൽ തന്നെ നമുക്ക് എന്താ പറയുക ഒരു ഇതുള്ളൂ, അത്. അപ്പോൾ നിങ്ങളൊക്കെ മറക്കാതെ ചെയ്യാം കേട്ടോ. അപ്പോൾ സമയം 7 കാലമായിട്ടോ. നമ്മൾ ഈ ഇറങ്ങുന്ന റോഡ് ഭയങ്കര ഡേഞ്ചറായിട്ടോ. ഇറങ്ങുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. ഈ ഒരു സ്പോട്ടിക്ക് വരുമ്പോഴേ വണ്ടിൻ്റെ ബ്രേക്ക്, അതുപോലെ ചെയിനായിട്ട് സ്പോക്കറ്റ്, ടയർ, ഇതൊക്കെ നല്ല ക്ലിയർ വേണം കേട്ടോ. ഇല്ലെങ്കിൽ നിയന്ത്രണം വിട്ട് കഴിഞ്ഞാൽ വലിയ വിഷയമായി മാറും. കാരണം ഡേഞ്ചറാണ്. കാരണം ഇതിൻ്റെ സൈഡിൽ വരികളോ കൈവരികളോ കാര്യങ്ങളോ ഒന്നുമില്ല, അങ്ങനെ ഇട്ടേക്കാണ്. കാരണം ഇതൊക്കെ എക്കോ ടൂറിസത്തിൻ്റെ ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ട് ഇതിനൊക്കെ കൈവരികളും കാര്യങ്ങളും സെറ്റപ്പുകളൊക്കെ കൊണ്ടുവരണം. ഇല്ലെങ്കിൽ ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ മരണങ്ങൾ വരെ സംഭവിക്കും. അപ്പോൾ അതൊക്കെ അധികാരികളുടെ അറിവിലേക്ക് നമ്മൾ പറയുന്നു.